നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം കുക്കേട്ടൻ. നാളെ SLC പരീക്ഷ ആരംഭിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. കേരള പാഠാവലി പാഠഭാഗത്തിൽ നമുക്ക് ഒന്ന് കണ്ണോടിച്ചു പോകാം. ലക്ഷ്മണ സ്വാതന്ത്ര്യം എഴുത്തച്ഛൻ്റെ കവിതയാണ്. അധ്യാത്മരാമൻ കിളിപ്പാട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ശ്രീരാമൻ ലക്ഷ്മണൻ്റെ സംഭാഷണം ക്രോധം ഉപേക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഇവിടെ ബോധ്യപ്പെടുത്തുന്നു. ഋതുയോഗം രാജരാജവർമ്മയുടെ നാടകമാണ്. കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം പരിഭാഷ. ദുഷ്യന്തിൻ്റെയും ശകുന്തളയുടെയും പുനഃസമാഗമം ഇവിടെ നമുക്ക് ദർശിക്കാം. പാവങ്ങൾ നാലപ്പാട്ട് നാരായണമേനോൻ്റെ നോവൽ. വിക്ടർ ഹ്യൂഗോയുടെ ലാമിറബില പരിഭാഷയിൽ നിന്ന്. എന്നും സത്യവാനായിരിക്കാൻ ശ്രമിക്കുക, എല്ലാം എല്ലാവരുടേതുമാണെന്ന് തിരിച്ചറിവ് കൂടി ഉണ്ടാകുക. വിശ്വരൂപം ലളിതാംബിക അന്തർജനത്തിൻ്റെ ചെറുകഥ. ലളിതാംബിക അന്തർജനത്തിൻ്റെ സമ്പൂർണ്ണ കഥ നിന്നാണ് എടുത്തിട്ടുള്ളത്. കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ജീവിതം സ്വയം രൂപപ്പെടുന്ന വ്യക്തിത്വത്തെ ഇവിടെ നമുക്ക് ദർശിക്കാം. പ്രിയദർശനം ഖണ്ഡകാവ്യം കുമാരനാശൻ്റെ നളിനിയിൽ നിന്നും. വർഷങ്ങൾക്ക് ശേഷം കണ്ടുപിടുന്ന നളിനിയുടെയും ദിവാകരൻ്റെയും സ്മരണകൾ ഇവിടെ പങ്കുവെക്കുന്നു. കടൽ തീരത്ത് OV വിജയൻ്റെ ചെറുകഥ. പിതൃപുത്ര ബന്ധം പറയുന്ന കഥ. കണ്ടുണ്ണി, കോടച്ചി, വെള്ളായപ്പൻ തുടങ്ങി പൊതിച്ചോറ് വരെ കഥാപാത്രമാകുന്ന അതുല്യ കഥ. പ്രലോഭനം ഉണ്ണായിവരുടെ ആട്ടക്കഥ. നളചരിതം ആട്ടക്കഥയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ദമയന്തി, നളൻ, കലി, ദ്വാപരൻ, പുഷ്കരൻ തുടങ്ങിയ കഥാപാത്രങ്ങളുടേത് കടന്നുപോകുന്നു. യുദ്ധത്തിൻ്റെ പരിണാമം കുട്ടിക്കൃഷ്ണമാരുടെ നിരൂപണമാണ്. ഭാരത പരിണത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. മഹാഭാരതത്തിൻ്റെ അവസാന ദിവസം ദുര്യോധനൻ, കൃപർകൃതവർമ്മ, അശ്വത്ഥമാവ്, പഞ്ചപാണ്ഡവ, കൃഷ്ണൻ എന്നിവയിലൂടെ കടന്നുപോകുന്നു. മനുഷ്യ ചരിത്രത്തിൽ യുദ്ധം വരുത്തി വയ്ക്കുന്ന ഭയങ്കര ദുരന്തത്തെ ഇത് എടുത്തു കാണിക്കുന്നു. ആത്മാവിൻ്റെ വെളിപാടുകൾ പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ. ദസ്തയേവ്സ്കി എന്ന റഷ്യൻ സാഹിത്യകാരൻ അനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ അന്ന എന്ന സ്റ്റെനോഗ്രാഫർ ചെലുത്തുന്ന സ്വാധീനവും ഇവിടെ നാം കാണുന്നു. അക്രമാശി ശരൺകുമാർ എംബയുടെ ആത്മകഥ. കൈപ്പേറിയ അനുഭവങ്ങളുടെ കടന്നുപോയിട്ടും ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാൻ പഠിപ്പിച്ച എഴുത്തുകാരൻ്റെയും സത്യസന്ധതയുടെയും കഥ. ഞാൻ കഥാകാരനായ കഥ. SK പൊറ്റക്കാടിൻ്റെ പാടുപെട്ട് വളർത്തിയ മകൻ പണമായപ്പോൾ അമ്മയെ മറന്നു. ആ അമ്മയ്ക്ക് വേണ്ടി മനസ്സിൽ തട്ടുന്ന വിധത്തിൽ SK എഴുതിയ എഴുത്തുകൾ മകൻ്റെ കണ്ണു തുറക്കുന്നു. കഥാകാരനിലേക്ക് തുടക്കം കുറിക്കുന്ന ഞാൻ കഥാകാരനായ കഥ. SKയുടെ സ്വന്തം കഥ. അശ്വമേധം വയലാറിൻ്റെ സ്വന്തം കവിത. മനുഷ്യരാശിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും സർഗശേഷി പ്രയോജനപ്പെടുത്തി എപ്രകാരമാണെന്ന് സൂചിപ്പിക്കുന്ന കവിത. അതുല്യ കവിത അശ്വമേധം. ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ പറുദീസയുടെ നഷ്ടം എന്ന കഥാസമാഹാരം സുഭാഷ് ചന്ദ്രൻ്റെ. ജീവിതകാലം മുഴുവൻ ദാരിദ്ര്യത്തിൻ്റെ പിടിയിലമർന്ന ഒരു സാധാരണ കർഷക കുടുംബത്തിൻ്റെ ദയനീയ ചിത്രം ഇവിടെ വരച്ചു കാണിക്കുന്നു. അവസാന പാഠഭാഗം മൈക്കൽ ആഞ്ചലോ മാപ്പ് എന്ന കവിത ONV കുറുപ്പിൻ്റെ. നന്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതുലോകത്തിൻ്റെ അവസ്ഥയിൽ നിസ്സഹായമായ കവി മനസ്സ് ഇവിടെ നമുക്ക് വായിക്കാം. ആ കവി മനസ്സ് നന്മയുടെ പര്യായമായി മാറാൻ എല്ലാവർക്കും സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.